ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദമ്പതി വിനോദം. ഇങ്ങനെ വാണിയിടുന്ന കാലമങ്ങൊരു ദിനം, അംഗനാരത്നമായ രുക്മിണിയാകുമവൾ തന്നുട ഗൃഹേ മൃദുമോഹന ശുഭശയ്യ തന്നുട മേലെ ശയിച്ചു ശുഭനിദ്രയോടും. ബാലചന്ദ്രന്റെ ശോഭ പരിപുഷ്ടമായിക്കൊണ്ടു ജാലരന്ധ്രങ്ങളുടെ മന്ദവായുവുമേറ്റു ലോകനായകനായ കാന്തനാം കൃഷ്ണൻ തന്നെ ലോകമോഹിനിയായ വൈദർഭി തോഴിമാരും ഒന്നിച്ചു മുകുന്ദനെ ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ തന്നുള്ളിലുൾപ്രേമവും ഭക്തിയും വർദ്ധിക്കയാൽ സുന്ദരി വൈദർഭിയും രത്നമണ്ഡിതമായ ആലവട്ടവുമെടുത്തൻപോട് മുകുന്ദനെ പാലോലും മൊഴി വീയിത്തുടങ്ങിയതു നേരം. അവ്യാജ ഭക്തിരൂപലാവണ്യങ്ങളും നല്ല ദിവ്യങ്ങളായ വിഭൂഷണ ശോഭകൾ കൊണ്ടും മന്ദാക്ഷ വീക്ഷണവും മന്ദഹാസാഭ കൊണ്ടും തന്നിലെ പ്രേമം കൊണ്ടും ഭക്തിവിശ്വാസം കൊണ്ടും എന്നിവയെല്ലാം കൊണ്ടും മാധവൻ മോദത്തോടു തന്നുള്ളിൽ വിചാരിച്ചാനെന്നിലിന്നവൾക്കേറ്റം എന്നുമേ ഇളകാത്ത ഭക്തിയുണ്ടെന്നാകിലും എന്നേരത്തിങ്കലും ഞാൻ ഒന്നിച്ചിട്ടിരിക്കയാൽ എന്നോളമിഷ്ടമില്ല മാധവനാരോടുമേ, എന്നിൽ മാധവൻ താനും വശനായെന്നുള്ളൊരു മാനഭാവവും വരുമപ്പോഴേ ഭക്തിക്കേറ്റം ഹാനിയും വരുമതു മൂലമാപത്തുമുണ്ടാം. ആയതിനിന്നു തന്നെ ഇവൾ തൻ ഗർവത്തെയും മായമെന്നിയെ നീക്കി ശുദ്ധിയും വരുത്തേണം. ഇത്തരം ഭക്തി വർദ്ധിച്ചിടുവാൻ ദയാപരൻ ഭക്തവത്സലൻ കരുണാംബുധി നാരായണൻ സുന്ദരിയായിടുന്ന വൈദർഭി തന്നോടിതം മന്ദഹാസമോടരുൾ ചെയ്തിതു മുകുന്ദനും. സുന്ദരിമാരിൽ മണിമൗലിയാം സുബാലികെ ഇന്ദുസന്നിഭമുഖി കഞ്ചാക്ഷി ശുഭശീലെ ദീനവത്സലനായ ഭീഷ്മക നൃപനുടെ മാനസത്തിനു പൂർണ്ണഭാഗ്യ സർവാർത്ഥസാരേ. ശുദ്ധവംശവുമേറ്റം യശസ്സും ധനങ്ങളും ബുദ്ധിവിദ്യയും വീര്യശൗര്യ സൗന്ദര്യാദിയും സർവരാൽ വന്ദ്യം സർവപൂജ്യാദി സമസ്തവും ഉർവിയിൽ പ്രസിദ്ധരായി ദിക്പാലതുല്യരായ മന്നവന്മാരെല്ലാരും ശൈശവേ തന്നെ നിന്നെ തന്നുള്ളിൽ കൊതിച്ചിരിക്കുന്നതെന്നിരിക്കുമ്പോൾ ഒന്നിനാലുമേ തലതുല്യതയില്ലാതെന്നെ ഇന്നു നീ വരിപ്പതിനെന്തു കാരണം ബാലേ. എത്രയുമേറ്റം ബലവാന്മാരാം നൃപരോടും അത്യന്തം വിപരീതം ചെയ്തു ഞാൻ പലവിധം. പിന്നെയും നൃപവരന്മാരെയും ഭയപ്പെട്ടു വന്നിഹ സമുദ്രത്തിൻ മധ്യേ പത്തനം തീർത്തു. ഇന്നിഹ ഭീതിയോടും വാഴുന്നു ഞാനും പുനരൊന്നുമേയില്ല നൃപശ്ചിഹ്നവും ഞങ്ങൾക്കെടോ. പാർക്കിലിന്നെനിക്കൊരു ലൗകികമതുമില്ല, ആർക്കുമെൻ മാർഗങ്ങളും അറിഞ്ഞുകൂടാ താനും. ഇങ്ങനെ ഇരിപ്പവരോടു കൂടിയിടുന്നൊരു മംഗലയുവതികൾക്കെന്തുള്ളൂ സൗഖ്യമെടോ. എത്രയും നിഷ്കഞ്ചനൻ ഞാനുമെന്നിരിക്കയാൽ വിത്തവാന്മാരായുള്ളോർ സേവിക്കെന്നതുമില്ല
വിത്തവുമാഭിജാത്യ സൗന്ദര്യ ശൃംഗാരാദി വാദ്യ സംഗീതമിവയാദിയാം ഗുണമെല്ലാം പരിപൂർണമാം നിനക്കൊക്കെയെന്നിരിക്കുമ്പോൾ ഒരു ധർമ്മത്തിൻ ഗുണലേശമൊന്നുമില്ലാത്തോരെന്നോടൊന്നിച്ചിരിപ്പാൻ എന്തു സൗഖ്യവും തവ. തന്നുട വിത്തരൂപജാത്യാദി ഗുണം പോലെ ഇരിക്കുന്നവരോട് സംവാദ വിവാഹാദി കഴിക്കുന്നതു സർവലോകസമ്മതമെടോ. എന്നിരിക്കുമ്പോൾ സർവഗുണവുമില്ലായാതോരെന്നുടെ അവസ്ഥകളൊന്നുമോരാതെ വൃഥ ഭിക്ഷുജാതികൾ പുകഴ്ത്തുന്നതു കേട്ടുമോദാൽ ദാക്ഷിണ്യശീലേ എന്നെ നീ വരിച്ചതും ചിത്രം. എന്നുട വൃത്താന്തങ്ങളൊന്നുമേ അറിയാതെ നിന്നുട ബാല്യമോഹാൽ എന്നെ നീ വരിക്കയാൽ ഇന്നു നിന്നുട ചിത്തേ ധന്യേ സംശയമുണ്ടു എന്നതങ്ങിരിക്കിലോ. നിനക്ക് യോഗ്യനായ മന്നവ വീരൻ തന്നെ ചെന്നു നീ വരിച്ചാലും നിനക്കു നല്ല സുഖമതിനാൽ വരുമെങ്കിൽ എനിക്കു ദുഃഖമില്ലിന്നപരഗുണത്തിനാൽ. അന്ധന്മാരായ സാല്ല ശിശുപാലരും ജരാസന്ധനും ദന്തവക്ത്രൻ രുക്മിണിൻ സഹോദരൻ എന്നിവർ മമ റിപുവീരന്മാർക്കുള്ളിലുണ്ടു. തന്നോളം പരാക്രമശാലികളില്ലെന്നതു ആയതു കളയുവാൻ ദുർമാർഗശീലനായ ഞാൻ വേഗം മുന്നം നിന്നെ കൊണ്ടിങ്ങു പോന്നു. പുത്രമിത്രാർത്ഥഗൃഹകളത്രാഭിലാഷങ്ങൾ ചിത്തത്തിൽ നമുക്കേതുമില്ലെന്നതറികടോ. ആത്മാഭിമാന ഗൃഹാദികളും എനിക്കില്ല, ആത്മലാഭാനന്ദത്താൽ സന്തുഷ്ടൻ ഞാനുമെടോ. ഇന്നു ഞാൻ പറഞ്ഞവ സത്യമെന്നറികടോ. കന്യകാമണിമൗലേ സംശയമതിനില്ല. ഇത്തരം വൈദർഭിയോടരുളിച്ചെയ്തു കൃഷ്ണൻ ചിത്തചാഞ്ചല്യമില്ലാതങ്ങനെ കിടക്കുമ്പോൾ ത്രൈലോക്യനാഥനാകും തന്നുട കാന്തൻ തൻ്റെ ലീലാവാക്യങ്ങളിത്തം കേൾക്കയാൽ രുക്മിണിയും മാനസഭീതി ലജ്ജാ ഖേദചിന്തയും പൂണ്ടു മാനസമാലസ്യമായി നിന്നു സ്തംഭിതയായി. മുന്നമീ വണ്ണം വാക്കു കേട്ടറിവില്ലായ്കയാൽ സ്വർണകുംഭസ്തനത്തിൽ മേവിന കുങ്കുമങ്ങൾ കണ്ണുനീർ കൊണ്ടു നനച്ചേറ്റവും പാരവശ്യാൽ തന്നുട പാദാംബുജദലത്താൽ ധരണിയിൽ മെല്ലവേ വരച്ചു നിന്നിടുന്ന നേരത്തിങ്കൽ അല്ലൽ കൊണ്ടംഗം ശോഷിച്ചൂരി വീണിതു ഭൂമൗ. കങ്കണാദിയും പിന്നെ വിറച്ചു മോഹിച്ചവൾ തങ്കലേ നിൽക്കും നിലയോടു വേഗേന വീണു. തന്നുട മനസ്സിനെ മാധവൻ പരീക്ഷിപ്പാൻ ഇന്നിവ പറഞ്ഞതെന്നറിഞ്ഞിടായ്ക മൂലം ഖേദേന വീണു ഭൂമൗ മോഹിച്ച വൈദർഭിയെ വേദാന്തവേദ്യൻ ചെന്നങ്ങെടുത്തിതാദരേണ. ബന്ധം വിട്ടഴിഞ്ഞങ്ങു കിടക്കും കാർക്കൂന്തലും ചന്തമായി കെട്ടിപ്പിന്നെ കൃഷ്ണൻ തന്നുട ഹസ്തപത്മത്താൽ കണ്ണുനീരും തുടച്ചു വാത്സല്യത്താൽ പത്മലോചനൻ പുണർനീടിനാൻ തുല്യഭാവാൽ. പങ്കജനേത്രയായ സുന്ദരി വൈദർഭിക്കു തങ്കലുള്ളൊരു സ്നേഹ നിർബന്ധ ഭക്തി കണ്ടു മല്ലലോചനൻ തെളിഞ്ഞീ വണ്ണം രുക്മിണിയോടല്ലൽ പോവതിനായി മെല്ലവേ ചൊല്ലിയിടിനാൻ. ലോകസുന്ദരീനാഥേ സദ്ഗുണാലയേ ശുഭേ ശോകത്തെ കളഞ്ഞാലും കേളടോ പരമാർത്ഥം. എന്നിലെ നിനക്കുള്ള ഭക്തി വിശ്വാസമെല്ലാം മുന്നമേ ഞാനും നന്നായി അറിഞ്ഞിട്ടിരിക്കുന്നു. ഞാനിന്നി പറഞ്ഞതിനുത്തരം നിന്റെ വാക്യം ആനന്ദം കേൾപ്പതിന്നും നിന്നുട പ്രേമകോപ ശോഭയും അധരവും മുഖപത്മവും കാൺമാൻ ശോഭനശീലേ ഇവ രണ്ടിനും കൊതിച്ചു ഞാൻ. ഇത്തരം പറഞ്ഞതു മത്തകാശിനീ നിന്റെ ചിത്തത്തിൽ അന്യഥാത്വം തോന്നരുതെടോ ബാലേ. സുന്ദരീ മൗലിയായ കാന്തയോടൊരുമിച്ചു നന്ദിച്ചു നർമ്മങ്ങളും പറഞ്ഞു നന്മയോടെ വാണിയിടുന്നതു
ഗൃഹസ്ഥാശ്രമികൾക്കു ജന്മസാഫല്യം വിചാരിച്ചാൽ വേറെ മറ്റെന്തതുള്ളൂ എന്നിവ മുകുന്ദൻ്റെ വാക്കുകൾ കേട്ട നേരം സുന്ദരി രുക്മിണിക്കുമുള്ളമൊട്ടാശ്വസിച്ചു. മാധവൻ പറഞ്ഞതു ഹാസ്യമെന്നറിഞ്ഞവൾ ബോധവും തെളിഞ്ഞതി സുന്ദരി രുക്മിണിയും വല്ലഭൻ കൈവെടിയും തന്നെ എന്നുള്ളിലുള്ളോരല്ലലും ഭീതി ദുഃഖം കൈവെടിഞ്ഞതു നേരം. മന്ദാക്ഷഭാവത്തോടും കുമ്പിട്ടു മുഖാംബുജം വന്ദിച്ചു കൃഷ്ണനോടിങ്ങിത്തരമുര ചെയ്തു. സർവേശനായ ഭവാൻ ചൊന്ന വാക്കുകളോർത്താൽ സർവവും സത്യമാകുമില്ല സംശയമേതും. നാനാത്വവിധമായ മായയ്ക്കുമാധാരനായി ജ്ഞാനാത്മസ്വരൂപനായി വിഷ്ണുവാകുന്നു ഭവാൻ. മോഹനമായ തവ മായയാ മൂടി സദാ ദേഹാഭിമാന ദുഃഖതാപസന്തപ്തയായി. ജ്ഞാനലേശം പോലുള്ളിലില്ലാത്ത മാനുഷ സ്ത്രീ ഞാനെന്നതതുകൊണ്ടു നാം തമ്മിൽ നിരൂപിച്ചാൽ സമത്വമല്ലെന്നതുമരുൾ ചെയ്തിതു ഭവാൻ. സമമല്ലതുമരുൾ ചെയ്തിതു പരമാർത്ഥം. യോഗജ്ഞന്മാരായി ശുദ്ധരാകിയ മുനികളും യോഗേശനായ തവ മാർഗത്തെ അറിയുമോ? ആകയാൽ തവ മാർഗം മാനുഷരറികയില്ലാകയാലതും മുന്നമരുൾ ചെയ്തതും സത്യം. നിന്തിരുവടിയുടെ തത്വങ്ങളറിയാതെ മന്ദബുദ്ധികളായി മേവിടുന്നവർക്കെല്ലാം ലൗകികമല്ലെന്നതു തോന്നിയിടുന്നിതു ധ്രുവം. ലോകങ്ങൾക്കതീതമായിരിക്കും തവ കർമ്മം. ക്രോധലോഭങ്ങൾ ശോകമോഹങ്ങൾ കാമങ്ങളും ആദിദേഹാഭിമാനമീ വകയോർത്താലില്ല. ആയതു നിമിത്തമായി നിഷ്കഞ്ചനാം ഭവാൻ തോയദേക്ഷണ ഭവാനിച്ചൊന്ന വാക്കു സത്യം. ഐശ്വര്യമതം കൊണ്ടു കണ്ണു കാണാതമേവും തുച്ഛബുദ്ധികൾ സർവോത്തമനാം ഭവാൻ തന്നെ ചിത്തത്തിൽ സ്മരിക്കയുമില്ലെന്നുള്ളതേ വരൂ. ചിത്തശുദ്ധിയും വന്നു സംസാരസന്തപ്തരായി കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്തതി വിശുദ്ധരായി നിർമ്മലന്മാരായിടും സന്യാസി ജനങ്ങളും നിത്യവും നിത്യനാകും നിന്നെയും കീർത്തിച്ചു കേട്ടുത്തമ പുമാൻ ഭവാനെന്നു ഞാൻ അറികയാൽ നിർഗുണാത്മകനാകും നിന്നെ ഞാൻ വരിച്ചിതു. സദ്ഗുണാംബുധേ സത്യം മുന്നം നീ പറഞ്ഞതും ഭക്തരാം ജനങ്ങൾക്കു മുക്തിയും നൽകിയിടുന്ന ഭക്തവാത്സല്യരൂപനായ നിൻ പാദപത്മ സദ്ഗന്ധമൊരു ദിനമൊരിക്കലെന്നാകിലും ദുർഗതിഹരം ഘ്രാണിച്ചിടീന നാരി പിന്നെ നിന്നെ കൈവിട്ടു പുനർമന്നിങ്കൽ ജീവച്ഛവമന്നവന്മാരെ ചെന്നിട്ടാരിക വരിക്കുന്നു. ഭക്തരാം ജനങ്ങൾക്കങ്ങെത്രയും അനുരൂപൻ ഉത്തമൻ ഭവാൻ. ഭക്തന്മാരിതം ചൊല്ലിക്കേൾപ്പു. ത്വൽപാദഭക്തി മമ മുഴുത്തു വരികയാൽ ഉൽപ്പല വിലോചന നിന്നെ ഞാൻ വരിച്ചിതു. ത്വൽപാദഭക്തി മമ മുഴുത്തു വരികയാൽ ഉൽപ്പല വിലോചന നിന്നെ ഞാൻ വരിച്ചിതു. സ്വാത്മന നിസ്വാത്മാവിനാൽ രമിക്കും ഭവാൻ പിന്നെ സ്വാത്മജകാന്താധനാദ്യങ്ങളാം അവസ്തുവിൽ ചിത്തത്തിൽ പ്രസക്തിയില്ലെന്നതു പറഞ്ഞതും എത്രയും സത്യമതിനില്ല സംശയമേതും. ചാപജ്യാനാദം കൊണ്ടു ഭൂപതിമാരെയാട്ടിച്ചാപല്യമെന്യേ വേഗം ശ്വാക്കൾ തൻ മധ്യത്തിങ്കൽ മേവീടും സിംഹത്തിൻ്റെ ഭാഗത്തെ കണക്കിനെ കേവലനായ ഭവാൻ കൊണ്ടെന്നെ മുന്നം പോന്നു. അങ്ങനെയിരിക്കുന്ന നാഥനാം ഭവാനിന്നു മംഗലഹീന ദുഷ്ടഭൂപരെ ഭയപ്പെട്ടു വാരിധി മധ്യത്തിങ്കൽ പുരവും തീർത്തുവാണു പോരുമെന്നതും ചൊന്നതായതു സത്യം തന്നെ. കാശീശപുത്രിയാകും അമ്പയെന്നതുപോലെ ആശയം തന്നിൽ മോഹം ചിലർക്കങ്ങുണ്ടായി വരും. നല്ലൊരു കാന്തൻ വിവാഹം ചെയ്തങ്ങിരിക്കിലും
നല്ല വണ്ണമായി ഭോഗം സിദ്ധിച്ചിട്ടിരിക്കിലും ചെല്ലുമേ പുംശ്ചലിക്കു നൂതന പുരുഷരിൽ അല്ലലെന്നിയേ മനമെന്നു കേൾപ്പുണ്ടു ഞാനും. ആകയാൽ സുഖാർത്തിയായി മേ വീടും അവൻ ചെന്നു സ്വീകരിക്കരുതല്ലോ പുംശ്ചലിയായവളെ. മോഹിച്ചു ചെന്നു ഭരിച്ചിടുകിലതുമൂലം ഐഹിക പാരത്രികമൊക്കെയും നഷ്ടമാകും. സർവജ്ഞനായ ഭവാൻ ഞാൻ ചൊന്ന വാക്യാർത്ഥങ്ങൾ സർവവും നന്നായറിഞ്ഞിടുമെന്നതു നൂനം. ആകയാൽ ഭവൽപാദ പങ്കജം നന്നായി നിത്യമേകാന്തഭക്ത്യാ സദാ ശുശ്രൂഷിച്ചിരിപ്പാനായി നൽകിയിടുമനുഗ്രഹമെന്നിയേ അഭിലാഷം. ലോകനായക എനിക്കില്ലെന്നു ധരിച്ചാലും. ആകയാൽ ഭവൽപാദ പങ്കജം നന്നായി നിത്യമേകാന്തഭക്ത്യാ സദാ ശുശ്രൂഷിച്ചിരിപ്പാനായി നൽകിയിടുമനുഗ്രഹമെന്നിയേ അഭിലാഷം. ലോകനായക എനിക്കില്ലെന്നു ധരിച്ചാലും. ഇങ്ങനെ രുക്മിണിയും ചൊന്നതു കേട്ടു കൃഷ്ണൻ മംഗലവാച മോദാലരുളിച്ചെയ്തേടിനാൻ. ഇത്തം നിൻ വാക്കു കേട്ടു മോദിപ്പാനായി കൊണ്ടിങ്ങുത്തമേ നർമ്മവചനങ്ങൾ ഞാൻ പറഞ്ഞതും. നിർമ്മലശീലേ ഖേദിച്ചിടരുതേതുമെടോ. നന്മയോടെൻ്റെ വാക്യാർത്ഥത്തെ നീ അറിഞ്ഞിതു. നീയല്ലാതാരുമെൻ്റെ വാക്കിനുള്ളർത്ഥം ഭുവി മായാ മാനുഷരാരും അറിയയില്ലയെടോ. എന്നുള്ളിലൊരു ഭക്തി വർദ്ധിക്ക നിമിത്തമായി സുന്ദരീ വേണ്ടതൊക്കെ വന്നിതു നിനക്കെടോ. ഉത്തമ പതിവ്രത ധർമ്മവും ചിത്തശുദ്ധി ഭക്തിയും നിന്നോളമില്ലിന്നൊരു നാരികൾക്കും എന്നതുമേറെ പരീക്ഷിച്ചു ഞാൻ അറിഞ്ഞിതു. സുന്ദരീ നാരിമാർക്കു തപസ്സു ദാനം വ്രതമെന്നിവ കൊണ്ടുമെന്നെ സേവിച്ചു വഴി പോലെ എന്നുടമായ കൊണ്ടു മോഹിച്ചു പോകയാലേ എന്നെയും വരിക്കുന്നു കാന്തനായി വന്നിടുവാൻ. മുക്തിയെ ദാനം ചെയ്തു പോരുമീശാനമെന്നെ അർത്ഥകാമിതത്തിനായി ഭജിച്ചു ജനങ്ങളും. മുക്തിയെ ദാനം ചെയ്തു പോരുമീശനാമെന്നെ അർത്ഥകാമിതത്തിനായി ഭജിച്ചു ജനങ്ങളും. അർത്ഥങ്ങൾ നേടിക്കൊണ്ടു സുഖിച്ചു വസിച്ചുടൻ വ്യർത്ഥമായി കളയുന്നു ജന്മങ്ങളിവരെന്നും. കർമ്മത്തിൻ നാശം തന്നെ വരുത്തിക്കൊള്ളാത്തൊരു മന്ദഭാഗ്യന്മാരിവരെന്നതുമറിക നീ. എത്രയും ഭാഗ്യമുണ്ടായി വന്നതു നിമിത്തമായി ചിത്തമോഹങ്ങളെല്ലാം വെടിഞ്ഞു നീയുമേറ്റം. ഭക്തിയോടെന്നെ ഇന്നു വരിച്ച മൂലമായി മുക്തിയും കൈവന്നിടുമില്ല സംശയമേതും. മത്വത്തമശേഷവും അറിഞ്ഞു നീയും മോദാൽ മത്ത ഭൂപതിമാരെ ത്യജിച്ചു സത്സംഗത്തിൽ. ഇച്ഛയാ ഭൂസുരേന്ദ്രം മത്സമീപത്തു വിട്ടിൻ തന്നെയും വരിക്കയാൽ നിന്നോടു തുല്യമാരായി എന്നുട ഭാര്യമാരിലാരുമില്ലെന്നറിഞ്ഞാലും. നിന്നുട സോദരനാം രുക്മിയെ ജയിച്ചു ഞാൻ മുന്നമേ വിരൂപിച്ചങ്ങയച്ചു നീ കാൺകവേ. പിന്നെയും പുത്രൻ തൻ്റെ കല്യാണോത്സവത്തിങ്കൽ നിന്നു നിൻ സോദരനെ കൊന്നിതു മമാഗ്രജൻ. ചൂതിങ്കൽ അസത്യത്തെ വധിക്ക മൂലമതുമേതും ഒന്നിലുമെന്നോടപ്രിയം ചൊല്ലീല നീ. ആകയാൽ ശുദ്ധയായ ഭക്തി കൊണ്ടെന്നെ നീയുമേകനിഷ്ഠയാ ജയിച്ചിടിനാൾ മനോഹരെ. ഇന്നു ഞാൻ പറഞ്ഞതു സത്യമെന്നതു നൂനം മംഗലശീലേ നർമ്മവാക്കുകളല്ലയടോ. ഇങ്ങനെയോരോന്നരുൾ ചെയ്തു തങ്ങളിലവർ മംഗലൻ കൃഷ്ണൻ താനും വൈദർഭിതാനുമായി ഒന്നിച്ചു രമിച്ചു വാണിടിനാനടോ നൃപ. സുന്ദരിമാരായിടും കാന്തമാരോടും കൃഷ്ണൻ നന്ദ്യാരമിച്ചു വാണു കാന്തമാരുമൗവണ്ണം. കാലരൂപനാം കൃഷ്ണൻ ലീലയാ മോഹിച്ചവർ കാലം പോയതും ഉള്ളിലറിഞ്ഞിലാരുമെടോ. ഭർതൃശുശ്രൂഷാകർമ്മമൊക്കെയും വേണ്ടും വണ്ണമെത്രയും മോദത്തോടെ നിത്യവും ചെയ്തുകൊണ്ടു കാമിച്ച വണ്ണമെല്ലാം ലഭിച്ചു ബഹുവിധം. കാമാതിസുഖത്തോടും വാസിച്ചാരവർക്കളും മുന്നമിന്നാരീജനം
മാധവൻ കാന്തനാവാൻ ഉന്നത തപം ചെയ്ത ഫലത്തെ കൊടുക്കുന്നു. നാരിമാർ 16,000 മുഖ്യമാരായ സുന്ദരിമാരെട്ടു പേരോരോ തരം ഭർത്താവു തന്നെ ഏറ്റം രമിപ്പിച്ചിടുവാനായി എത്രയും ഓരോ തരം കാമതന്ത്രങ്ങളാലും ഓരോരോ തരം രമിച്ചിടിനാരെന്നാകിലും കാരണപുരുഷന്റെ മാനസം ചലിച്ചില്ല. പാരിടങ്ങൾക്കും കർത്താവായ ചിന്മയൻ തൻ്റെ ഏകദ്വൈതങ്ങളറ്റ ജ്യോതിസാം മനസ്സിനെ ലോകത്തിലാരെന്നാലും ഇളക്കാനുണ്ടോ നൃപ? സുന്ദരിമാരാമവർക്കന്നു നന്ദനന്മാരും ഒന്നൊന്നിൽ 10 പേരുമുണ്ടായി താനും. നന്ദനന്ദനൻ തൻ്റെ സൗന്ദര്യ വീരാദികൾ നന്ദനന്മാർക്കും കുറവില്ലൊരുത്തർക്കുമൊന്നും. നന്ദനന്മാർ തമ്മുടെ പേരുകൾ പറയുവാൻ എന്നാൽ എത്രയും പണി വിസ്താരമേറ്റമുണ്ടു. ആകയാൽ പ്രധാനികൾ തമ്മെ ഒട്ടൊട്ടു ചൊല്ലാമേക നായക പത്നി മുമ്പു വൈദർഭി തൻ്റെ മക്കളിൽ മുന്നേവനാകുന്നതു പ്രദ്യുമ്നനുമക്കുമാരൻ്റെ വൃത്തം മുന്നേ ഞാൻ ചൊന്നേനല്ലോ. ചാരുദേഷ്ണനും പിന്നെ മൂന്നാമൻ സുദേഷ്ണനും ചാരുദേഹനും പിന്നെ ചാരുഗുപ്തൻ ഭദ്രചാരുവും ചാരുചന്ദ്രനും വിചാരുവും ഭദ്രനായിടുന്നൊരു ചാരുതാൻ 10-മവൻ. കേട്ടാലും സത്യഭാമാപുത്രന്മാരുടെ നാമം ശ്രേഷ്ഠനാം ഭാനു പിന്നെ സുഭാനു സ്വർഭാനുവും പിന്നേവൻ പ്രഭാനുവും ഭാനുമാൻ ചന്ദ്രഭാനു പിന്നേതു ബൃഹദ്ഭാനു അതിഭാനുവും പിന്നെ ശ്രീഭാനു പ്രതിഭാനു എന്നിവർ 10 പേരും വൈഭവമേറും സത്യഭാമതൻ പുത്രരടോ. സാമ്പനും സുമിത്രാദി 10 പേർ തനയന്മാർ ജാമ്പവൽ പുത്രിയായ ജാമ്പവത്യാഖ്യയ്ക്കുള്ളൂ. സത്യതൻ മക്കൾ 10 പേരതിൽ മുന്നേവനാം ഉത്തമനായ വീരചന്ദ്രാദി നന്ദനന്മാർ. പിന്നെയും ശ്രുതാദികൾ 10 പേർ കാളിന്ദിതൻ നന്ദനന്മാരായുള്ളൂ. കേട്ടാലും ഇനിയും നീ ലക്ഷ്മണ തനിക്കുള്ള നന്ദനന്മാരിൽ മുമ്പർ ലക്ഷണയുക്തർ പ്രഘോഷാദികൾ 10 പേരും. പിന്നെയും മൃഗഹർഷനാദികൾ 10 മിത്രവിന്ദയ്ക്കു പുത്രന്മാരെന്നറിക. പിന്നെ ഭൂപ ഭദ്രയ്ക്കു സംഗ്രാമജിത്താദികൾ 10 പേരും ഭദ്രന്മാർ. മുകുന്ദന്റെ മക്കളിതെൺപതു പേർ. അക്കാലം രുക്മി തൻ്റെ മകളായുണ്ടായിതു ചേൽക്കണ്ണി രുക്മാവതി എന്നവളുടെ നാമം. രുക്മിണീ സൂനു പ്രദ്യുമ്നനെന്നുള്ളൊരു പുമാൻ രുക്മാവതി തന്നെയും വേട്ടുകൊണ്ടിങ്ങു പോന്നു. പ്രദ്യുമ്നൻ തൻ്റെ പുത്രൻ അനിരുദ്ധനുമുണ്ടായി. അദ്വയൻ കൃഷ്ണൻ പുത്രപൗത്രമിത്രാഭിവൃദ്ധ്യ എത്രയും സുഖിച്ചിരുന്നീടിനാൻ സനാതനൻ. മിത്രാദി സമസ്ത വർഗങ്ങളും ഒരുപോലെ ഇത്തരം മുനീന്ദ്രന്റെ വാക്കുകൾ കേട്ട നേരം ഉത്തരമുര ചെയ്തു ഭൂപതി വിഷ്ണുരാതൻ. മാധവൻ തൻ്റെ ശത്രുവായ രുക്മിണിയും മാധവൻ തൻ്റെ ശത്രുവായ രുക്മിയും തൻ്റെ ബോധേന രുക്മാവതി തന്നെ പ്രദ്യുമ്നനായി കൊടുത്തുവെന്നുള്ളതു ചേരുന്നീലതുമിന്നു വിടർത്തു പറഞ്ഞറിയിക്കമേ ദയാനിധേ. മാധവൻ തൻ്റെ ശത്രുവായ രുക്മിയും തൻ്റെ ബോധേന രുക്മാവതി തന്നെ പ്രദ്യുമ്നനായി കൊടുത്തുവെന്നുള്ളതു ചേരുന്നീലതുമിന്നു വിടർത്തു പറഞ്ഞറിയിക്കമേ ദയാനിധേ. ഇത്തരം നൃപവാക്യം കേട്ടിട്ടു വ്യാസാത്മജൻ എത്രയും മോദത്തോടു പിന്നെയും അരുൾ ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.